നമുക്ക് ഡൊമിനിക് എന്നൊരു സിനിമ ഇന്നലെ കണ്ടിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ എന്നോട് കദർ സാറിന് ഇന്റർവ്യൂ പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ്, ഞാൻ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഈ സിനിമ എങ്ങനെ പോകും എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് ഡാൻസ് വരെ സ്റ്റെപ്പ് വെപ്പിച്ചുകൊണ്ട് മമ്മൂക്കായ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ്. മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടന്റ്, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു, കുറെ റിവ്യൂ കണ്ടിരുന്നു, മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാവുന്നത്? അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടി ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ചുകൂടെ നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരെടുത്തിപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കാമെന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. നവതയാണ് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്, റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റ് ഗുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും ഗുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക് അങ്ങനെ ഒരു ഗുസ്തിക്കാരൊന്നുമല്ല. അയാൾ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 100 പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ ഇവിടെ. ഞാനും ചെയ്തിട്ടുണ്ടില്ലെന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ വന്നത്. സാറ് പറഞ്ഞ് നമുക്ക് വേണം കുറച്ചുകൂടെ കൂട്ടാം, കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാൻ. അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗ് മോഡൽ ഉണ്ടല്ലേ. അപ്പോൾ അതൊരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സിനിമ പ്രേക്ഷകൻ്റെ സിനിമാബോധങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. വെൽക്കം. അതോടൊപ്പം തന്നെയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്ന മമ്മൂക്കാനോട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പൊതുവെ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ചെയ്യാം, പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക്. ചെറിയ സ്റ്റെപ്പുകളാണെങ്കിൽ പ്രേക്ഷകരുടെ കയ്യിൽ നല്ലൊരു കൈയടി മേടിച്ച സ്റ്റെപ്പുകളായിരുന്നു. അതെങ്ങനെയാണ് ഗൗതം സാർ പറഞ്ഞപ്പോൾ സാർ അത് ആദ്യം വേണ്ട എന്ന് പറയുന്നു, മമ്മൂക്ക ആദ്യം വേണ്ടാന്ന് പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്തത്? സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ വന്ന് പെട്ടുപോയില്ല എന്ന് വിചാരിച്ചൊക്കെ ചെയ്തു പോയത്. അത് വളരെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റർ കാര്യം കയ്യിൽ പിടിച്ച്. അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അതൊരു ഫാൻ ബോയ് മൂമെന്റ് ആണ് എൻ്റെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് സാർ ഡോമിനിക്കായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി ആയിട്ടുള്ളത്. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, അതേ ഉള്ളൂ. നമ്മുടെ എല്ലാവരും ഡാൻസ് കളിക്കും. ഈ കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ജിപി. അപ്പോ നമുക്ക് ഇപ്പൊ നറേറ്റ് ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചാണ് കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ ആ കഥ ഇതുപോലെ പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ, അതൊരു സീരിയൽ കില്ലറിൻ്റെ കണ്ടുപിടിക്കുന്ന ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയാണ്. അതൊരു 10-20 വർഷമായിരുന്നു അല്ലേ, 2005. 20 വർഷം കൃത്യം. അത് അനുഭവപ്പെടുത്തിയ കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ട് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പോകുന്നത്. നല്ല കഥയാണ്. പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ലേ, ഞാൻ സസ്പെൻഡാണ്. റിട്ടയറിങ് പോലീസ്. അന്നേ റിട്ടയർമെൻ്റ് ആണ്. ഇപ്പോൾ 4 ലക്ഷം. ഇനിയിപ്പോൾ പുള്ളി അത് ചകഞ്ഞെടുത്ത് കഴിയുമ്പോൾ വേറെ കഥകളുണ്ടല്ലോ, അതൊക്കെയൊന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് ഇതോടെ പോയത് തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ. പുള്ളി പോയിട്ടില്ല. എൻ്റെ പുള്ളിയാണ് പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞുകൊണ്ടെങ്കിലല്ലേ കഥ കേട്ടോടെ പുള്ളി ബസ് കിട്ടിയെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വന്നത് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥ എന്നാണ് മനസ്സിലായത്. അല്ല, കഥ നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയാം.
നമ്മളെ ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാണ്. ജീവൻ സാർ, അധികമൊന്നും നമുക്കതിൽ ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്സ് കൂടി സിനിമയുടെ അകത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കയറുമ്പോൾ കേൾക്കുന്നത് മമ്മൂക്കയുടെ ശബ്ദമാണ് പൈസക്ക് വെയിറ്റ് ആയതിനു ശേഷം. ആ നന്ദിയുടെ എലമെന്റാണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ പടത്തിനകത്തുണ്ട് നമുക്ക് ഇതുവരെ സിനിമയിൽ കാണാത്തത്. ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് പിക്ക് ചെയ്ത്, എന്തൊക്കെ സ്ക്രിപ്റ്റിൽ കൊണ്ടുപോയി വെക്കണം, ആ ഐഡിയ എങ്ങനെയാണ്? കുറേ ഡിസ്കസ് ചെയ്തു. സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും. ഇനിയും കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട ഒരു മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ ഈ പടം കാണുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വാട്ട് ആൻ ആക്ടർ ബ്രിങ്സ് ടു ടേബിൾ. നമ്മളൊരു ഒരു 10-15 സെക്കൻഡ്സിൽ മമ്മൂക്ക നടന്നിട്ട് നമ്മൾ ഡൊമിനിക്കിൻ്റെ ഉള്ളിൽ പോകും. ദാറ്റ് വാസ് in that first scene itself, as I was directing also, I felt that I forgot Mammootty sir and I started believing that this is Dominic and now how am I going to treat Dominic. So pop culture reference ആയിട്ട് നമ്മൾ കുറേ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ വാപ്പച്ചീസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറി ഉണ്ടായിരുന്നു. റൈറ്റേഴ്സ് കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കറക്ഷനൊക്കെ അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ തരും. അത് നമുക്ക് നന്നാക്കാം അല്ലെങ്കിൽ ചെയ്യാം. ഈ നാസയൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി, നാസ ഉണ്ട് ഓൾറെഡി. So I have correct discuss it. We thought we'll keep a few things and we'll keep it on the meter also. ഗൗതം സാറിലേക്ക് ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യർ ത്രൂ ആണെന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ജു ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സംഭവിച്ചില്ല. അപ്പം ഇനി മലയാളത്തിൽ 10 പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊപ്പം 10 പടങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മൾ ഗൗതം സാറിൻ്റെ സിനിമകൾ പ്രണയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം. അപ്പം ഇതിൽ നോക്കിയപ്പം ഗോകുലിൻ്റെ ക്യാരക്ടറിൽ പ്രണയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പം അടുത്തൊരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യും. ഹീറോയും പ്രേമിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കി അയാൾക്ക് പെണ്ണോട് ഭയങ്കര ഇഷ്ടമുണ്ട്. മനസ്സിലായിട്ടില്ല, അത് പ്രണയമല്ലേ? മനസ്സിലായി, പക്ഷേ He was intrigued and distracted by Nandita and Gokul ഒരു പട്ടീൻ്റെ മിസ്സിംഗ് കേസ് ആയിട്ട് പോയതാണ് സാർ അയച്ചു തന്നപ്പോൾ. But otherwise, see, every director has a journey, ഒരു വിഷൻ, we write. ഞാൻ തനിയാവർദ്ധനം കണ്ടപ്പോൾ I wanted to work with sir. അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കരിയറിൽ. ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ ദിസ് ആക്ടർ വുഡ് ബ്യൂട്ടിഫുള്ളി ബ്രിങ് ഇറ്റ് ടു സ്ക്രീൻ ആൻഡ് ഇറ്റ് ബി എൻ ഓണർ ടു വർക്ക് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു അത്. ഒരു മൈൻഡിൽ ബട്ട് മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച്. തമിഴിൽ സ്റ്റോറീസ്, തമിഴിൽ ആക്ടേഴ്സ്, അങ്ങനത്തെ ഒരു ഫ്ലോയിലായിരുന്നു. അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടയാട് വരുന്നത്, പിന്നെ പച്ചക്കിളിയും ചെറുമാരണമായാലും അച്ഛൻ മരിച്ചപ്പോൾ വാരണമായിരുന്ന കഥ, അങ്ങനെ ഒരു ജേർണി ആയിരുന്നു. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു കം ബാക്ക്, ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ആൻഡ് എസ്പെഷ്യലി സാർ പറഞ്ഞ പോലെ ഡൊമിനിക് വാസ് ഡെഫിനറ്റ്ലി different from sir. Sir has done Turbo where he's done a lot more action and all that. Recently I'm saying Kannur Squad also, but Dominic is very different within that space. Dominic is a loser. Yeah, first sir he's a loser. He's a bum. Politically Kashila. His wife is divorced from him, and he is a detective ആണെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നത് ബ്ലാക്ക്മെയിലിംഗ് ചെയ്യുന്ന ഒരു കേസാണ്. So all that I liked as a character, and he also grabbed that. He said this character is nice. He can be in any story. The next story, whether it's a film or not, could be Dominic and the pen. Dominic and the person missing from the ship. I'm just saying, Madhuri's son Vivek, who's gone missing 25 years ago. That could be the next story that he missed. I'm just saying. So I liked it as a character, and I thought that should be in the film.